ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് നമുക്ക് സമയമുണ്ട്, ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതെല്ലാം ചർച്ച ചെയ്യണം. പക്ഷെ ഇന്ന് ക്രിസ്മസ് ആണ്, നമ്മൾ ഈ വിവാദത്തിൽ ഇന്ന് പോണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. നമ്മൾ നാളെ മറ്റന്നാളെല്ലാം സമയമുണ്ടല്ലോ, ഇതെല്ലാം എന്നോട് അന്ന് ചോദിച്ചോളൂ. ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ എല്ലാവിധ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എതിരെ നടപടിയെടുക്കണം. അതല്ല ഫാക്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിവാദമാക്കുകയല്ല, അതിന് പൊളിറ്റിക്കൽ അവസരമാക്കി മാറ്റുകയല്ല, അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അത് ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ 100% അതിന് TV ക്യാമറന് മുമ്പിൽ പോയി വിവാദമാക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരെ പിടിച്ച് ജയിലിലാക്കാനോ അല്ല അവരെ എഗൻസ്റ്റ് കേസ് ഫയൽ ചെയ്യണം. അതല്ലേ നമ്മളുടെ എല്ലാവരും കടുമ. പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ട് മനസ്സിലാക്കി അവരെതിരെ കേസ് ഫയൽ ചെയ്യണം. അതിനെ കൊണ്ടുവന്ന് ഇവിടെ വിവാദമാക്കി ജനങ്ങളുടെ നടുവിൽ ഒരു വിഭജനം കൊണ്ടുവരാൻ ഒരു ശ്രമം, അതാണോ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. എന്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ എന്റെ ഒരു കർത്തവ്യം, ഒരു കടുമയായിട്ട് ഞാൻ അവരെതിരെ കേസ് ഫയൽ ചെയ്യും. അവരെതിരെ അണ്ടർ ലോ എന്താണ് പ്രൊവിഷൻ അത് ഫയൽ ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. ഞാൻ അതൊന്നും കണ്ടില്ല. ഞാൻ ഇവിടെ 7 മണി മുതൽ ഇവിടെ നിൽക്കുന്ന ആളാണ്. ഇവിടെ വന്നു അങ്ങനെ അല്ല, അകത്ത് നല്ലൊരു സോളം സെറിമണി ആയിരുന്നു. കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ, കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. അതിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് മാത്രമേ എനിക്ക് എല്ലാം നോക്കൂ. ഇത് ഞങ്ങളെ കുറിച്ച് കുറെ കാലമായിട്ട് പ്രചരണം നടത്തിയത് ഞങ്ങൾ ഇതാണ് മറ്റേതാണെന്നെല്ലാം പറഞ്ഞത്. പ്രധാനമന്ത്രി 2014 മുതൽ ഒരു ഒറ്റ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞത്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത്ത് സബ്കാ വികാസിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അതിന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് നമ്മുടെ പാർട്ടിന്റെ ഐഡിയോളജി. പക്ഷെ നമ്മൾ എതിരെ ഇരിക്കുന്ന ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അവരിങ്ങനെ പ്രചരണം നടത്തും. 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും. ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലത് തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM